പ്രിയ പ്രേക്ഷകരെ, ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്തെ ഭൂമി പ്രശ്നം അധികാരത്തിൽ വന്നാൽ പരിഹരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഉമീദ് സെൻട്രൽ പോർട്ടലിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്തത് വലിയ സാങ്കേതിക പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ ആണോ നടത്തിയത്? എങ്ങനെയാണ് മുനമ്പത്തെ പ്രദേശവാസികളുടെ ആശങ്ക ഇരട്ടിക്കുന്നത്? നമുക്കാദ്യം എന്താണ് ഈ ഉമീദ് സെൻട്രൽ പോർട്ടൽ എന്നത് പരിശോധിക്കാം. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള ഏകീകൃതമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഈ ഉമീദ് സെൻട്രൽ പോർട്ടൽ എന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിന് തുടക്കം കുറിച്ചത് 2025 ജൂൺ 6 കേന്ദ്രമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ആണ് ഈ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് എന്നതാണ്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയത്? നമുക്കറിയാം, ഈ രാജ്യത്ത് വഖഫിന് കീഴിലുള്ള ഏക്കർ കണക്കിന് ഭൂമി, മറ്റു വസ്തുവകകൾ, സ്ഥാപക ജംഗമ വസ്തുക്കൾ, ഇതൊക്കെ വലിയ തോതിൽ വിവാദമാവുകയും ഈ ഭൂമിയിലും മറ്റ് സ്വത്തുക്കളിലുമൊക്കെ വലിയ തോതിലുള്ള അവകാശ തർക്കങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഡിജിറ്റൽ രേഖകളാക്കി മാറ്റുക എന്നതാണ് ഈ പോർട്ടലിൻ്റെ ലക്ഷ്യം എന്നതാണ്. അത് ഭാവിയിലടക്കം കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും കൂടുതൽ ഇത് സുതാര്യമായി, ഇപ്പോൾ തന്നെ ഈ വഖഫിൻ്റെ ഇടപാടുകളൊക്കെ അങ്ങേയറ്റം രഹസ്യം ആയിട്ടാണ് നടക്കുന്നത്. മുസ്ലിം മതവിഭാഗങ്ങൾക്ക് പോലും ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്. ഇത് സുതാര്യമല്ല എന്ന ആക്ഷേപവുമുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചത്. ഈ വഖഫ് സ്വത്തുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഈ സെൻട്രൽ പോർട്ടലിൻ്റെ ലക്ഷ്യം എന്നതാണ്. ഇനി ഈ പോർട്ടലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. നിലവിലെ സംവിധാനങ്ങൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു വഖഫ് ഭൂമി, അതായത് ഒരു വസ്തു വഖഫ് ലിസ്റ്റിൽ നിന്ന് റദ്ദാക്കാൻ നിയമപരമായി സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില പരിമിതികൾ ഉണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച്. ഈ സൂചിപ്പിക്കുന്ന പോലെ വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റ് ഭൂമിയാകട്ടെ മറ്റു വസ്തുക്കളാകട്ടെ അതൊന്നും ഈ വഖഫ് ലിസ്റ്റിൽ നിന്ന് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് വഖഫ് ബോർഡ് അവസരമായി കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വഖഫ് ഭൂമി സംബന്ധിച്ച് അന്തിമമായ തീരുമാനമെടുക്കുക എന്നത് വഖഫ് ആക്ട് പ്രകാരം ആണ് എന്നുള്ളതാണ് എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലുമാണ് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു തർക്കവും അവകാശവാദവും ഒക്കെ അന്തിമ തീരുമാനം എടുക്കുക വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലും ആണ് എന്നതാണ് ഇപ്പോഴത്തെ നിയമ സംവിധാനം. അതിൽ ആണ് നിയമ ഭേദഗതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വരുത്തുന്നത്. അവിടെ എടുത്തു പറയേണ്ടത് ഈ റവന്യൂ ഭൂമികളുടെ രേഖകൾ സംബന്ധിച്ച ഉടമസ്ഥാവകാശം, കൃത്യത, ഇവ പരിശോധിക്കാൻ എന്നാൽ റവന്യൂ വകുപ്പിന് അധികാരമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഉമീദ് സെൻട്രൽ പോർട്ടലിൽ വഖഫ് ഭൂമിയുടെ വിവരങ്ങളുടെ വിശദാംശങ്ങൾ ആണ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ പോലും ആ ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ട് റവന്യൂ അധികാരികൾക്ക് അത് പരിശോധിക്കാം എന്നതാണ്. അവിടെ തീർച്ചയായും റവന്യൂ അധികാരികൾ എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗമാണ് എന്നതറിയാം. അപ്പോൾ തർക്കങ്ങളോ വ്യക്തതക്കുറവോ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ റവന്യൂ അധികൃതർക്ക് ഇടപെടാം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന ഭൂമി സംബന്ധമായ രേഖകൾ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വഖഫ് ബോർഡും ഏതെങ്കിലും ഒരു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആ രേഖകൾ വിശദമായി പരിശോധിക്കാനും ഒത്തുനോക്കുവാനുമുള്ള അവസരം ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിൽ തന്നെ സർവേ നമ്പർ, ഭൂമിയുടെ സർവേ നമ്പർ, ഭൂമിയുടെ വിസ്തീർണം, ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്നിവ പരിശോധിക്കാം. വഖഫ് എന്നത് നമുക്കറിയാം ഈ മതപരമായ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പുറത്ത് ദാനം ചെയ്യുന്ന ഭൂമിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായ ദാനമാണോ, അത് മറ്റാരുടെയെങ്കിലും ഭൂമിയാണോ, പിന്നീട് ആ ഭൂമിയിൽ ഏത് തരത്തിലുള്ള ക്രയവിക്രയമാണ് നടന്നത്, അത് പണം ഉപയോഗിച്ച് മറ്റാരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ ഈ മുനമ്പത്തെ ജനങ്ങൾ അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമിയാണ് ഇപ്പോൾ വഖഫ് ഭൂമി എന്ന നിലയിൽ ഉമീദ് സെൻട്രൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ രേഖകളിൽ അപാകതകളോ തെറ്റായ വിവരങ്ങളോ ഇരട്ടിപ്പുകളോ കണ്ടെത്തിയാൽ
ആ രജിസ്ട്രേഷൻ അസാധുവാക്കപ്പെടും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാണ് BJP ഇവിടെ വിഷയമായി ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നടപടിക്രമങ്ങളുമായി പോകുന്നില്ല? അവിടെ BJP മറ്റു ചില വാദം മുന്നോട്ട് വെക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഉത്തർപ്രദേശ് സർക്കാർ ഇത്തരത്തിൽ വഖഫ് രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ്. അതായത് വഖഫ് ഭൂമി എന്ന് വഖഫ് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഉത്തർപ്രദേശിലെ സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കി അങ്ങനെ വിപുലമായ പരിശോധന നടത്തിയപ്പോൾ അതിൽ പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഭൂമികൾ റദ്ദാക്കിയത്, രജിസ്ട്രേഷൻ റദ്ദാക്കിയത് എന്നതാണ്. അതൊന്നോ രണ്ടോ ഭൂമിയല്ല, മറിച്ച് 31,000-ത്തിലധികം വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ആണ് ഉത്തർപ്രദേശിൽ അസാധുവാക്കിയിട്ടുള്ളത് എന്നതാണ് BJPയുടെ വാദം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വഖത്ത് പ്രായോഗികമല്ലാത്തത്? ഇത് എന്തുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ഈ വഖഫ് ഭൂമിയിൽ ഇത് ബാധകമാകുന്നില്ല എന്ന ചോദ്യം ആണ് പ്രധാനമായും BJP ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. അപ്പോൾ സർക്കാർ തന്നെ മുനമ്പത്തേത് അവിടുത്തെ ജനങ്ങളുടെ ഭൂമിയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ വഖഫ് ഭൂമിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തയ്യാറെടുക്കുന്നില്ല എന്ന് BJP ചോദിക്കുന്നു. മാത്രവുമല്ല, ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? മുനമ്പത്തുകാർക്ക് എല്ലാ രേഖകളും അവരുടെ കൈവശമുണ്ട്. അതായത് അവർ ഭൂമി വാങ്ങിയതിൻ്റെ, അത് ആധാരം ചെയ്തതിൻ്റെ, അതിനുശേഷം നികുതി അടച്ചതിൻ്റെ, ക്രയവിക്രയം നടത്തിയതിൻ്റെ എല്ലാ രേഖകളുമുണ്ട്. ആ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ വഖഫിൻ്റെ അവകാശവാദം തെറ്റാണ് എന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ റദ്ദാക്കാത്തത് എന്ന ചോദ്യം ആണ് BJP ഉന്നയിക്കുന്നത്. മുനമ്പത്തെ രജിസ്ട്രേഷൻ സർക്കാർ അസാധുവാക്കുമോ? ഇതാണ് ഫൈനലായി വന്നിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിനാണ് ഇനി നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായ മറുപടി നൽകേണ്ടത്. അതിനപ്പുറത്ത് ഈ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതെത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇവിടെ VD സതീശനും ഇതിൽ ഒരു അന്തിമമായ നിലപാടെടുക്കാൻ സാധിക്കാതെ പോവുകയാണോ? BJP അവിടെ ലീഗിനെ കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. ലീഗിൻ്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം ഡാനിയിലേക്ക് പോകുമ്പോൾ, ഡാനി, നമുക്ക് അന്തിമമായി അറിയേണ്ടത് ഇത് തന്നെയാണ്. ഒന്ന്, മുനമ്പത്തെ രജിസ്ട്രേഷൻ സർക്കാർ അസാധുവാക്കുമോ? രണ്ട്, ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടുമോ? ഈ ഭൂമി അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ, അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമോ? ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. എന്താണ് മുനമ്പത്തെ ജനതയുടെ പ്രതീക്ഷ? അഭിലാഷ്, മുനമ്പത്തെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഭൂമിക്ക് അവരുടെ ഒരു അവകാശം സ്ഥാപിച്ചു കിട്ടുക, അത്തരം നടപടികളിലേക്ക് പോകുക എന്നതെല്ലാം തന്നെയാണ്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തണമെങ്കിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചതുപോലെ ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമല്ല. അത് ഉറപ്പാണ്. 10 മിനിറ്റ് കൊണ്ട് ഇത് തീരില്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി VD സതീശനും അത് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് പൊതുവിൽ കരുതുന്നത്. കാരണം ഇത് ആ രീതിയിലുള്ള ഒരു കാര്യമല്ല. ഇതൊരു സങ്കീർണമായ നിയമപ്രശ്നങ്ങളും നടപടികളും എല്ലാം തന്നെ കടന്നുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനുള്ളൂ. ഒരു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. ഏകപക്ഷീയമായി കഴിയുമോ എന്നത് സംശയകരമാണ്. അത് കൂടുതൽ ചർച്ചകളും എല്ലാം തന്നെ വേണ്ടിവരും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അല്പസമയം മുമ്പ് ഈ കമ്മീഷൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഇത് സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനമല്ല. ഇത് കോടതി തലത്തിൽ തന്നെയാണ് പോകേണ്ടത്. കാരണം നിയമപരമായ ഒരു വിഷയങ്ങൾ അത് അഡ്രസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് പിന്നെയും സങ്കീർണതകൾ ഉണ്ടാക്കാം. അതിൽ പിന്നീടുള്ള നാൾവഴികളിൽ എപ്പോഴെങ്കിലും അത് ഒരു വിഷയമായിട്ട് അവർക്കൊരു തിരിച്ചടിയായിട്ട് ഈ മുനമ്പം നിവാസികൾക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു തിരിച്ചടികൾ ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിയമപരമായിട്ട് തന്നെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മുനമ്പം കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലുണ്ട്. ആ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്കും അത്തരം അല്ലെങ്കിൽ സർക്കാരിന്റെ തുടർ നടപടികളിലേക്കും എല്ലാം അതിനെ കൂടി ആശ്രയിക്കേണ്ട രീതിയിൽ തന്നെയാണത്. മാത്രവുമല്ല, ഈ വഖഫ് എടുക്കുന്ന ഒരു തീരുമാനം, ആ വഖഫ് എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഈ വഖഫിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന നിരവധി മുസ്ലിം സംഘടനകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ഈ ഒറ്റക്കെട്ടായി ഈ ഒരു തീരുമാനത്തിന് പിറകിലേക്ക് നിൽക്കുമ്പോൾ
ലീഗിന്റെ ശബ്ദം അവരൊരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അല്പമെങ്കിലും വേറിട്ടതാണ്. പക്ഷെ ഒരുപാട് വേറിട്ടതല്ല. കാരണം ഇത് പരിശോധിക്കണം. അവരുടെ മുൻപത്തെ ജനങ്ങളുടെ ഒരു അവകാശങ്ങൾ ഉറപ്പുവരുത്തണം എന്നതെല്ലാം തന്നെ പറയുമ്പോഴും ഈ വഖഫിന്റേതായ കാര്യങ്ങളിൽ എന്താണ് അവരുടെ നിലപാടെന്നത് അസന്നിഗ്ധമായിട്ട് അവർ വ്യക്തമാക്കിയിട്ടുമില്ല. അത് കൃത്യമായ രീതിയിൽ അവർ അതിന് മറുപടി പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ വഖഫിനെ പിന്തുണയ്ക്കുന്ന സംഘടനകളടക്കം ഇക്കാര്യത്തിൽ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയപരമായല്ല, ഇതിന് മനുഷ്യത്വപരമായി ഇതിനെ സമീപിക്കണമെന്നെല്ലാം തന്നെ പറയുമ്പോൾ ഇതിൽ ഒരു ഏകകണ്ഠമായ ഒരു നിലപാട് മുസ്ലിം സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന്, മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല എന്നിപ്പോൾ അത് ഏതാണ്ട് ബോധ്യം വന്നിരിക്കുന്നൊരു സ്ഥിതി തന്നെയാണ്. ഇതിൽ മുനമ്പം ജനതയുടെ ആശങ്കകൾ വലുതാണ്. കാരണം അവർ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് പറയുന്ന വിഷയം കൂടുതൽ കുറച്ച് സങ്കീർണതകൾ നിറഞ്ഞതാണ് എന്നത് അവർക്ക് കൂടി ബോധ്യപ്പെടുന്നുണ്ട്. സർക്കാരിന് ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നത് വാസ്തവമായിരിക്കെ ഇനി അങ്ങോട്ട് ഇത് രണ്ടാം ഘട്ട സമരത്തിൽ വരുമോ എന്നൊരു ആശങ്കയുണ്ട്. ഉമീദ് കോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തത് അത് ഇതിന്റെ ഒരു കേസിന്റെയോ മറ്റു കാര്യങ്ങളെയോ ബാധിക്കില്ല എന്നതാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോഴും അത് സാധാരണക്കാർക്ക്, മുനമ്പത്തുകാർക്ക് വളരെയധികം ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ വഖഫ് അവരുടെ ഒരു നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറല്ല എന്നത് തന്നെയാണ് അക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതുകൊണ്ട് മുനമ്പത്തെ അല്ലെങ്കിൽ മുനമ്പത്തിനേത് സമാനമായ ഭൂമിയിലെല്ലാം തന്നെ കഴിയുന്നവരുടെ ആശങ്കകൾ വളരെ വലുതാണ്. അതിൽ സർക്കാരിന്റേതായ അതിവേഗ ഇടപെടലുകൾ നടപ്പാക്കാൻ സാധിക്കുമോ എന്നതാണ്. അതിന് വഖഫിനെ നിലപാടുകൾ തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമാകുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാകും ഈ വിഷയത്തിൽ എന്നതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഇത് മതപരമായ ഏറ്റുമുട്ടലിലേക്കോ ജാതീയമായ ഏറ്റുമുട്ടലിലേക്കോ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിനും വ്യത്യസ്തമായൊരു നിലപാടുണ്ട് എന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.